ശ്രീമതി സോണിയ തിലകൻ നമ്മോടൊപ്പമുണ്ട്. ഡോക്ടർ സോണിയ തിലകൻ, താങ്കൾ നേരിട്ടായി ഗസ്റ്റ് എത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ചില സംഭവ വികാസങ്ങളുടെ ഭാഗമായി താങ്കൾക്ക് എത്താൻ കഴിഞ്ഞില്ല, അത് മനസ്സിലാക്കുന്നു. പക്ഷേ സോണിയ തിലകൻ എന്തൊക്കെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് താങ്കളുടെ അനുഭവം എന്ന അർത്ഥത്തിൽ പറയുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളിൽ ഈ ആർട്ടിസ്റ്റുകൾക്കെതിരെയുള്ള, നടിമാർക്കെതിരെയുള്ള പീഡനം അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ഇതിനകത്തുള്ള അവർക്ക് മാത്രമല്ല, ഈ സിനിമയ്ക്ക് പുറത്തുള്ള എനിക്ക് പോലും, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയല്ല, എനിക്ക് പോലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഒരു റൂമിലേക്കുള്ള ഒരു ക്ഷണം ഉണ്ടായി എന്നുള്ള വസ്തുതയാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിക്കുന്നു. ഇത് തിലകൻ എന്ന് പറയുന്നത്, ഇപ്പോൾ താങ്കളുടെ സഹോദരൻ തന്നെ ഇട്ട ഒരു പോസ്റ്റ്, ചില്ലക്ഷരങ്ങളിൽ പോലും കള്ളം പറയാത്ത കള്ള ചിരിക്കുകയാണ് എന്നർത്ഥത്തിൽ വലിയ ഒരു ക്യാച്ചിങ് പോസ്റ്റൊക്കെ ഇട്ടു താങ്കളുടെ സഹോദരൻ തന്നെ. അപ്പോൾ അങ്ങനെ അത്രയേറെ ആർജവം കാണിച്ചിട്ടുള്ള ഒരാളാണ് തിലകൻ, നടനെന്ന നിലയിലും പുറത്തുള്ള സാമൂഹിക ഇടപെടലിലും ഒക്കെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട്. അതിപ്പോൾ മഹേഷ് അടക്കമുള്ള, ബൈജു കൊട്ടാരക്കര അടക്കമുള്ള, പ്രിജി അടക്കമുള്ളവർ അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ തിലകൻ്റെ മകൾ എന്തുകൊണ്ടാണ് ആർജവത്തോടു കൂടി ഇവരൊക്കെ നിയമത്തിൻ്റെ മുന്നിലെത്തുകയും ഇവർക്കെതിരെ ശിക്ഷാ നടപടികൾ നടപ്പാക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു എഫർട്ട് എടുക്കാത്തത്? പരസ്യമായി ഈ പ്രതികളുടെ ഈ ഇങ്ങനെ സമീപനം നടത്തുന്നവരുടെ പേര് പറയാത്തത്, അതിന് ധൈര്യം കാണിക്കാത്തത് എന്താണ് ഡോക്ടർ സോണിയ? ഞാൻ അത് ആർജവത്തോടെ തന്നെ അവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്യാൻ ഇത് കാണിച്ചു. അതിനുശേഷം ആ വ്യക്തി ഇന്ന് വരെ എനിക്കൊരു മെസ്സേജ്, ഒരു ഹായ് പോലും അയച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിന്റെ പുറകെ പോയില്ല. പിന്നെ ഈ മറ്റുള്ളവര് കംപ്ലൈന്റ് കൊടുത്തു എന്ന് പറയുന്നത് എപ്പോഴാണ് കൊടുത്തത്? അവരിപ്പോഴും അവര് ഇരകൾ കൊടുത്തിരിക്കുന്ന മൊഴി ടൈപ്പ് ചെയ്യാൻ പുറത്തുനിന്നൊരു സ്റ്റെനോയെ വിളിക്കാൻ പോലും പേടിക്കുന്ന ഒരു അന്തരീക്ഷം. അത് പുറത്തേക്ക് ലീക്ക് ചെയ്യപ്പെട്ടാൽ ഈ പറയുന്ന പവർ കമ്മിറ്റി അവർക്ക് അതിന് മുകളിൽ പ്രവർത്തിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവര് ഇത് ചെയ്യാത്തത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഫീൽഡിലുള്ള വ്യക്തിയല്ല, എനിക്കത് കൈകാര്യം ചെയ്യാൻ സാധിച്ചത് കൊണ്ട് ഞാൻ അതിന് പുറകെ. പക്ഷേ തിലകനാണ് ആ സിനിമയുടെ ഭക്ഷണമാണ് നിങ്ങളൊക്കെ കുട്ടിക്കാലം മുതൽ കഴിക്കുന്നത്. അത് മാത്രമല്ല, സിനിമയുടെ ആ അർത്ഥത്തിൽ വലിയ കൂറ് വേണ്ട ഒരു കലാകുടുംബമാണ് നിങ്ങളുടേത്. അപ്പോൾ തീർച്ചയായും സിനിമയിലെ പുഴുക്കുത്തുകൾ പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു എഫർട്ട് എടുക്കണ്ടേ സോണിയ? തീർച്ചയായിട്ടും ആ എഫേർട്ടിന് തുടക്കം കുറിച്ചത് തന്നെ തിലകൻ എന്ന് പറയുന്ന നടനാണ്. അതെ, തിലകന്റെ മകൾ അത് തുടരും. വിപ്ലവത്തിന്റെ തിരിയാണ് ഇപ്പൊ ആരാണ് അത്തരത്തിലുള്ളവർ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് അതിന് ശക്തി ഉണ്ടാകട്ടെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടില് കുറച്ചു പേരുടെ പേരുകൾ പുറത്ത് വന്നിട്ടില്ലല്ലോ. ഇല്ല, ആരുടെ പേരുകളായിട്ട് വന്നിട്ടില്ല. അതെ, അപ്പൊ ആ ഒരു ഇതില് ഞാനും ആ പേരുകൾ തൽക്കാലം പറയുന്നില്ല. ഒരു അവസരം വന്നാൽ അത് പറയേണ്ടി വന്നാൽ പറയും. തീർച്ചയായും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഈ ശ്രമമൊക്കെ നടത്തിയത് സർക്കാരാണല്ലോ, സർക്കാരാണ്. WCC, അതായത് ഈ വുമൺ കൂട്ടായ്മ, അവർ പോലും ഇതിനകത്ത് തിരിഞ്ഞുള്ള ഒരു നിലപാട് പിന്നീട് എടുത്തു എന്നാണ് കേൾക്കുന്നത്. പക്ഷേ എന്നിട്ടും ഈ സർക്കാർ എന്താണ് സ്ത്രീ വിരുദ്ധമായ സമീപനങ്ങൾക്കെതിരെ നീങ്ങി. അങ്ങനെയാണല്ലോ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എത്തുന്നത്. സർക്കാരിൻ്റെ ആ സംരംഭം, ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിനെ എങ്ങനെയാണ് സോണിയ തിലകൻ കാണുന്നത്? തീർച്ചയായിട്ടും ഞാൻ സർക്കാരിന്റെ ആ ഒരു ഇതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഇന്ന് വരെ ഒരു സിനിമ ഇൻഡസ്ട്രിയിലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിൽ എല്ലാവരും അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ച് അത് വളരെ സത്യസന്ധമായിട്ട് തന്നെ സബ്മിറ്റ് ചെയ്ത സർക്കാരിന് ശരിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതാണ്. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇതിനെതിരായിട്ട്, അതായത് ഇനിയും ഇങ്ങനെയുള്ള ചൂഷണങ്ങളും വഞ്ചനകളും പീഡനങ്ങളും പോക്സോ കേസ് ഉൾപ്പെട്ട പീഡനങ്ങളും നടക്കാതിരിക്കാനായിട്ട് ഒരു കോൺക്ലേവ് നടത്തുന്നു എന്ന് കേട്ടു. അപ്പൊ അതിൽ അപ്പുറം അങ്ങനെ ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിലേക്ക് പോകാതെ ഒരു സെറ്റിൽമെന്റ് അല്ല, അത് കൂടുതൽ പരിഷ്കരിക്കാനുള്ളതിന്റെ തുടക്കം മാത്രമാണ്. അതെ, അത് ഞാൻ അംഗീകരിക്കുന്നു. ആ ഒരു സംരംഭവും തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. ഇങ്ങനെ ഒരു കാൽവയ്പ് നടത്തിയത്, അത് നമ്മളെ ഇൻഡസ്ട്രിയിൽ നമ്മുടെ സർക്കാർ മാത്രമേ അത് നടത്തിയിട്ടുള്ളൂ, അത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. അതുപോലെ ഒരു ശക്തമായ നിയമം പാസ്സാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അതിന് ശക്തമായ നടപടി ഉണ്ടാകും എന്നൊരു നിലയിലേക്ക് ഒരു തീരുമാനം ഉണ്ടാകണം എന്നാണ് എന്റെ ആഗ്രഹം. തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചത്. പക്ഷേ ഇപ്പോൾ നേരിട്ടെത്താനാകാത്തതുകൊണ്ട് ഞങ്ങളുടെ 8 മണിയുടെ ചർച്ചയിൽ താങ്കൾ വരുമെന്ന്, നേരിട്ട് എത്തുമെന്നാണ് പ്രതീക്ഷ. ശ്രീമതി സോണിയ, ആക്ച്വലി ഞാൻ പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ പെട്ടെന്നൊരു ഇതായതുകൊണ്ട് ശരി.